ഹ്യൂമൻ ടീത്തിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാംസിനും ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു പാർട്ടാണ് ഹ്യൂമൻ ടീത്ത് എന്നുള്ളത്. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. ഒഡന്റോളജി, പല്ലിനെ കുറിച്ചുള്ള പഠനത്തെയാണ് ഒഡന്റോളജി എന്ന് പറയുന്നത്. പല്ലിനെ കുറിച്ചുള്ള പഠനത്തെ എന്താണ് പറയുന്നത്? ഒഡന്റോളജി. ഇനി നമ്മൾ നോക്കുന്നത് ഡിഫിഡന്റ് അല്ലെങ്കിൽ ദ്വിജന്തങ്ങൾ എന്താണെന്നാണ്. അതായത് മനുഷ്യൻ ഉൾപ്പെടെയുള്ള സസ്തനികളിലെ 2 തരത്തിലുള്ള പല്ലുകൾ ഒരു ലൈഫ് ടൈമിൽ രൂപപ്പെടുന്നുണ്ട്. ഫസ്റ്റ് രൂപപ്പെടുന്ന തരം പല്ലുകളാണ് ഡിസിഡുവസ് ടീത്ത് എന്ന് പറയുന്നത്. അതായത് അവ കൊഴിഞ്ഞു പോകുന്ന പല്ലുകളാണ്. നെക്സ്റ്റ് ടീത്താണ് പെർമനന്റ് ടീത്ത് എന്ന് പറയുന്നത്. അവ സ്ഥിരദന്തങ്ങളാണ്. ഈ ഡിസിഡുവസ് ടീത്തുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവയാണ് മനുഷ്യന്റെ ജീവിത കാലയളവിൽ ആദ്യം രൂപപ്പെടുന്ന പല്ലുകൾ. അതായത് മിൽക്ക് ടീത്ത്, ബേബി ടീത്ത് എന്നൊക്കെ പറയുന്നു. ഇവ കൊഴിഞ്ഞു പോകും. പെർമനന്റ് ടീത്ത് എന്ന് പറഞ്ഞാൽ സ്ഥിരദന്തങ്ങളാണ്. അപ്പൊ ഇങ്ങനെയുള്ള 2 പല്ലുകൾ ഒരു മനുഷ്യന്റെ ജീവിത കാലയളവിൽ രൂപപ്പെടുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ദന്തവിന്യാസത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിഫിഡന്റ് അല്ലെങ്കിൽ ദ്വിജന്തങ്ങൾ എന്ന് പറയുന്നത്. മനുഷ്യന് 4 ടൈപ്പ് പല്ലുകളാണ് പ്രധാനമായും ഉള്ളത്. ഫസ്റ്റ് വൺ ഇൻസിസേഴ്സ്, ഇൻസിസേഴ്സ് അല്ലെങ്കിൽ ഉളിപ്പല്ല്. സെക്കൻഡ് കാനിൻസ് അല്ലെങ്കിൽ കോമ്പല്ല്. തേർഡ് പ്രീമോളാർസ് അല്ലെങ്കിൽ അഗ്രചർവണകം. ഫോർത്ത് മോളാർസ് അല്ലെങ്കിൽ ചർവണകം. ഇനി നമുക്ക് ഓരോ ടൈപ്പ് പല്ലുകളും അവയുടെ ഫങ്ഷണാലിറ്റികളും നോക്കാം. ഫസ്റ്റ് വൺ ആണ് ഇൻസിസേഴ്സ്. ഇൻസിസേഴ്സ് അല്ലെങ്കിൽ ഉളിപ്പല്ല്. ഇവ 8 എണ്ണമാണ് ഉള്ളത്. ബേസിക് ആയിട്ട് 8 എണ്ണമാണ് ഉള്ളത്. അതായത് മുകളിലെ 4 എണ്ണം താഴെ 4 എണ്ണം ആയിട്ട് ടോട്ടൽ 8 ഇൻസിസേഴ്സ് ആണ് ഉള്ളത്. ഇനി ഇവ അപ്പോൾ നമ്മുടെ വായയുടെ ഫ്രണ്ട് പാർട്ടിലുള്ള പല്ലുകളാണ് ഇൻസിസേഴ്സ് എന്ന് പറയുന്നത്. ഇനി ആഹാരവസ്തുക്കളെ കടിച്ച് മുറിക്കുക എന്നതാണ് ഇവയുടെ ഫങ്ഷണാലിറ്റി എന്ന് പറയുന്നത്. ഇൻസിസേഴ്സിന്റെ ഫങ്ഷണാലിറ്റി ആഹാരവസ്തുക്കളെ കടിച്ച് മുറിക്കുക എന്നുള്ളതാണ്. ഇനി നെക്സ്റ്റ് ടൈപ്പ് പല്ലാണ് കാനിൻസ് അല്ലെങ്കിൽ കോമ്പല്ല് എന്ന് പറയുന്നത്. ഇതിന്റെ ടോട്ടൽ എണ്ണം 4 എണ്ണമാണ്. ആഹാരവസ്തുക്കളെ കടിച്ചു കീറാൻ സഹായിക്കുന്ന പല്ലുകളാണ് കാനിൻസ് എന്ന് പറയുന്നത്. ആഹാരവസ്തുക്കളെ കടിച്ചു കീറാൻ സഹായിക്കുന്ന പല്ലുകളാണ് കാനിൻസ് എന്ന് പറയുന്നത്. അതായത് ഇൻസിസേഴ്സ് നമ്മൾ ഫസ്റ്റ് പറഞ്ഞല്ലോ, ഇൻസിസേഴ്സിന്റെ നെക്സ്റ്റ് ആയി കാണപ്പെടുന്ന പല്ലുകളാണ് കാനിൻസ് എന്ന് പറയുന്നത്. അപ്പോൾ കാനിൻസ് എന്ന് പറയുന്നത് ആഹാരവസ്തുക്കളെ കടിച്ചു കീറാനാണ് സഹായിക്കുന്നത്. മാംസ്യഭോജികൾക്കുള്ളതും സസ്യഭോജികൾക്ക് ഇല്ലാത്തതുമായ പല്ലാണ് കാനിൻസ് എന്ന് പറയുന്നത്. മാംസ്യഭോജികൾക്കുള്ളതും സസ്യബുക്കുകൾക്ക് ഇല്ലാത്തതുമായ പല്ലുകളാണ് കോമ്പല്ല് അഥവാ കാനിൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ ടോട്ടൽ മുകളില് 2 എണ്ണം താഴെ 2 എണ്ണം ആയിട്ട് ടോട്ടല് 4 എണ്ണാണുള്ളത് കാനിൻസ് ഉള്ളത്. ഇനി നെക്സ്റ്റ് ടൈപ്പ് പല്ലാണ് പ്രീമോളാർസ് എന്ന് പറയുന്നത്. പ്രീമോളാർസ് അല്ലെങ്കിൽ അഗ്രചർവണകം എന്ന് പറയുന്നത്. ഇതിന്റെ എണ്ണം 8 ആണ്. ടോട്ടൽ എണ്ണം 8 ആണ്. അതായത് കാനിൻസിന്റെ പിന്നിലായിട്ടാണ് പ്രീമോളാർസ് അല്ലെങ്കിൽ അഗ്രചർവണകം സ്ഥിതി ചെയ്യുന്നത്. ആഹാരം ചവച്ചരയ്ക്കാൻ സഹായിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഫങ്ഷണാലിറ്റി. പ്രീമോളാർസ് അല്ലെങ്കിൽ അഗ്രചർവണകത്തിന്റെ ഫങ്ഷണാലിറ്റി എന്താണ്? ആഹാരം ചവച്ചരയ്ക്കുക എന്നുള്ളതാണ് അതിന്റെ ഫങ്ഷണാലിറ്റി. നെക്സ്റ്റ് ടൈപ്പ് പല്ലാണ് മോളാർസ്. മോളാർസ് അല്ലെങ്കിൽ ചർവണകം എന്നറിയപ്പെടുന്നത്. ഇതിന്റെ ടോട്ടൽ എണ്ണം 12 ആണ്. മോളാർസിന്റെ ടോട്ടൽ എണ്ണം 12 ആണ്. ഏറ്റവും ബാക്കിൽ സ്ഥിതി ചെയ്യുന്ന പല്ലുകളാണ് മോളാർസ് എന്ന് പറയുന്നത്. ആഹാരം ചവച്ചരയ്ക്കാൻ സഹായിക്കുക എന്നുള്ളത് തന്നെയാണ് മോളാർസിന്റെ ഫങ്ഷണാലിറ്റിയും. ഈ മനുഷ്യനിൽ പ്രായപൂർത്തിയായതിനു ശേഷം മുളയ്ക്കുന്ന പല്ലുകളുണ്ട് അല്ലെ, സ്ഥിരദന്തങ്ങൾ എന്ന് പറയുന്ന 4 എണ്ണം മനുഷ്യനിൽ പ്രായപൂർത്തിയായതിനു ശേഷം മുളയ്ക്കുന്നുണ്ട്. അവയെ നമ്മൾ എന്ത് പറയും? വിസ്ഡം ടീത്ത് അല്ലെങ്കിൽ വിവേകദന്തങ്ങൾ എന്നൊക്കെ പറയും. ആ ടീത്തുകളും എന്തിൽ ഇൻക്ലൂഡഡ് ആണ്? മോളാർസിൽ ഇൻക്ലൂഡഡ് ആണ്. അങ്ങനെയാണ് മോളാർസിന്റെ ടോട്ടൽ എണ്ണം എത്ര വരുന്നത്? 12 വരുന്നത്. അപ്പോൾ മനുഷ്യനിലെ ഉള്ള 4 ടൈപ്പ് പല്ലുകളെ കുറിച്ചിട്ടാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇനി നമ്മൾ നോക്കുന്നത് ഇനാമലിനെ കുറിച്ചിട്ടാണ്. പല്ലിന്റെ ഏറ്റവും പുറമേയുള്ള പാളിയാണ് ഇനാമൽ. പല്ലിന്റെ ഏറ്റവും പുറമേയുള്ള പാളിയാണ് ഇനാമൽ. ഈ ഇനാമലാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഹാർഡസ്റ്റ് ആയിട്ടുള്ള പാർട്ട്. അപ്പോൾ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഹാർഡസ്റ്റ് ആയിട്ടുള്ള പാർട്ട് ഏതാണ്? ഇനാമൽ. ഇനി ഇനാമലിന്റെ ആരോഗ്യത്തിന് ആവശ്യമായ എലമെന്റ് ആണ് ഫ്ലൂറിൻ. ഇനാമലിന്റെ ആരോഗ്യത്തിന് ആവശ്യമായ എലമെന്റ് ആണ് ഫ്ലൂറിൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ടൂത്ത് പേസ്റ്റിൽ അടങ്ങിയിട്ടുള്ള പ്രധാന ഘടകമാണ് കാൽസ്യം ഫ്ലൂറൈഡ്. ടൂത്ത് പേസ്റ്റിൽ അടങ്ങിയിട്ടുള്ള
പ്രധാന ഘടകമാണ് കാൽസ്യം ഫ്ലൂറൈഡ്. ഇനി ലാക്റ്റിക് ആസിഡ് ആണ് പല്ലിൻ്റെ ക്ഷയത്തിന് പ്രധാന കാരണം. അപ്പോൾ പല്ല് കേടുവരുത്തുന്ന പ്രധാന ആസിഡ് ഏതാണ്? ലാക്റ്റിക് ആസിഡ്. പല്ല് നിർമ്മിച്ചിരിക്കുന്ന പ്രധാന ഘടകമാണ് കാൽസ്യം ഫോസ്ഫേറ്റ്. പല്ല് നിർമ്മിച്ചിരിക്കുന്ന മെയിൻ കോമ്പണന്റ് ആണ് കാൽസ്യം ഫോസ്ഫേറ്റ്. പല്ലിൻ്റെയും എല്ലിൻ്റെയും ആരോഗ്യത്തിന് ആവശ്യമായ വിറ്റമിനാണ് വിറ്റമിൻ ഡി. പല്ലിൻ്റെയും എല്ലിൻ്റെയും ആരോഗ്യത്തിന് ആവശ്യമായ വിറ്റമിനാണ് വിറ്റമിൻ ഡി. പിന്നെ പല്ലിൻ്റെ പോട് അടയ്ക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തുക്കളാണ്, അതായത് ടൂത്ത് ഡീക്കേ ഒക്കെ ഉണ്ടാകുമ്പോൾ പല്ലിൻ്റെ പോടടയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന രാസവസ്തുക്കളാണ് ഡെന്റൽ അമാൽഗം എന്ന് അറിയപ്പെടുന്നത്. വായയുടെ മേൽത്തട്ട് അറിയപ്പെടുന്നത് പാലറ്റ് എന്നാണ്. വായയുടെ മേൽത്തട്ട് അറിയപ്പെടുന്നത് പാലറ്റ് എന്നാണ്. ഡെന്റിന്റെ ഉൾഭാഗമാണ് പൾപ്പ് ക്യാവിറ്റി എന്നുള്ളത്. രക്തക്കുഴലുകളും നാഡികളും കാണപ്പെടുന്ന പാർട്ടാണ് പൾപ്പ് ക്യാവിറ്റി എന്നറിയപ്പെടുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ പല്ലുള്ളത് എലിഫന്റിന് ആണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.